ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഗൈഡൻസ് മെസ്സേജ് നോക്കാം. ക്വിക്ക് മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇന്നത്തെ എനർജി ആൻഡ് നിങ്ങൾക്കുള്ള അഡ്വൈസ് യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം. ലെറ്റ്സ് സീ. ഓക്കെ, 5 of Cups, the Hierophant, 5 Pentacles, 3 of Wands, 7 of Swords, and the 2 of Swords, Death, Sun. ഓക്കെ, ഇവിടെ 5 ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ. 3 5 ഉണ്ട്, 3 5s ഉണ്ട്. സോ ഡെഫിനറ്റ്ലി ഒരു മാറ്റത്തിൻ്റെ കാര്യമാണ്. ആൻഡ് ഇവിടെ ഡെത്തും ഉണ്ട്. സോ ഡെഫിനറ്റ്ലി ചേഞ്ച് ആണ്. ചേഞ്ച്, മാറ്റം, ഒരു ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന രീതിക്ക് എടുക്കാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത് ഒരു മാറ്റം വരാൻ പോകുന്നുണ്ട് അതിൽ. ഓക്കെ, ഒരു എനർജി ചേഞ്ച് ആണ് ഇവിടെ എനിക്ക് കാണുന്നത്. നിങ്ങൾക്ക് ചില ലോസ് വന്നിട്ടുണ്ട്. ഓക്കെ, 5 of Cups and 5 of Pentacles, നമുക്ക് അതാണ് പറയാതെ നമ്മൾ ലോസ്, അത് ഇമോഷണൽ ലോസ്, ഫൈനാൻഷ്യൽ ലോസ്, നമ്മളുടെ ഒരു സ്റ്റെബിലിറ്റിയുടെ ഒരു എന്തൊക്കെയോ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന രീതിയിൽ. അത് പാസ്റ്റിലെ കാര്യമാണ്. ഓക്കെ, ആ പാസ്റ്റിലെ മീൻസ് ഒരുപാട് പാസ്റ്റ് ആവണമെന്നില്ല. ഇന്നലെ ആവാം, മിനിഞ്ഞാന്നാവാം, ഓക്കെ, കഴിഞ്ഞ മാസം ആവാം, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ആവാം, ഓക്കെ, എന്തോ ആയിക്കോട്ടെ. ഓക്കെ, ആ പാസ്റ്റിലെ ചില ലോസ്, നിങ്ങൾക്ക് ചില നഷ്ടങ്ങൾ വന്നത്, ആ നഷ്ടങ്ങൾ നിങ്ങളെ കുറച്ച് വിഷമിപ്പിച്ചിട്ടുണ്ട് എന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾക്കൊരു ഓക്കെ, നിങ്ങൾ കുറച്ച് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ബട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ചിലത് നിങ്ങൾ പിന്നിൽ ഉപേക്ഷിച്ച് കളയുക. അതിപ്പോൾ നമ്മൾ പറയുന്ന പോലെ അത് ചില ചീറ്റിംഗ് ആയിരിക്കാം. ഓക്കെ, ചീറ്റിംഗ് എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയാം. മേ ബി നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കുന്നു എന്ന് തോന്നുന്നുണ്ട് എനിക്ക്. ഓക്കെ, അങ്ങനെയാവാം. ചില കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ മറച്ചു വെക്കുന്നുണ്ട്. മേ ബി ഈ പാസ്റ്റിലെ വിഷമങ്ങളായിരിക്കാം, പാസ്റ്റിലെ ലോസിനെ കുറിച്ചുള്ള വിഷമങ്ങളായിരിക്കാം നിങ്ങളുടെ ഉള്ളിൽ. നിങ്ങളൊരു കൺഫ്യൂഷനിൽ ഇപ്പം നിൽക്കുകയാണ്. ഒരു ചോയ്സ് എടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല, സാധിക്കുന്നില്ല. അത് ഈ ഒരു പഴയ പാസ്റ്റിലെ ആലോചിക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, പാസ്റ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അതായത് മുന്നോട്ട് ഇനി ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് ധൈര്യം വരുന്നില്ല നിങ്ങൾക്ക്. ഓക്കെ, ഒരു ആക്ഷൻ എടുക്കാനുള്ള ധൈര്യം വരുന്നില്ല. കാരണം ആ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ എൻഡാവും. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മാറ്റം, അതാണ് മാറ്റം എന്ന് പറഞ്ഞാൽ. മാറ്റം എന്ന് പറയുമ്പോൾ എൻഡിങ് എന്ന് പറയാം, ചേഞ്ചസ് എന്ന് പറയാം. പക്ഷെ ആ മാറ്റങ്ങൾക്ക് ശേഷം പുതിയത് വരും. ഓക്കെ, ഡെത്ത് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഒരു എൻഡിങ് എന്ന് പറയുമ്പോഴും ആ എൻഡിങ് കഴിഞ്ഞാൽ ഒരു പുതിയ തുടക്കം വരും എന്നാണ്. ഓക്കെ, അതിലിവിടെ സണ്ണാണ് ഇത് കഴിയുമ്പോൾ വരുന്നത്. ഡെത്ത് കഴിഞ്ഞ സണ്ണാണ് എന്ന് വെച്ചാൽ പുതിയ തുടക്കം നിങ്ങൾക്ക് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പോകുന്നത്. ഓക്കെ, പക്ഷെ അതിന് ആ ഒരു തീരുമാനം എടുക്കാൻ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഇത് വരുമ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ യൂണിവേഴ്സ് അഡ്വൈസ് എനിക്ക് തോന്നുന്നുണ്ട്. ഒന്ന്, നിങ്ങളോട് പറയുന്നത് നിങ്ങൾ പ്ലാനിങ് ചെയ്യാം. ഓക്കെ, കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ ആദ്യം ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുക, നോക്കുക എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിൽ ഞാൻ എന്ത് ചെയ്താൽ എന്താവും, എല്ലാം നിങ്ങൾ അതിനെക്കുറിച്ച് ഫുള്ള് പഠിക്കുക, കാര്യങ്ങൾ പഠിക്കുക, പ്ലാൻ ചെയ്യുക, എല്ലാം ചെയ്യാം. ഓക്കെ, ആൻഡ് ഇവിടെ ഹൈറോഫന്റ് കാർഡ് ഇവിടെ എനിക്ക് ഇന്ന് ഫീൽ ചെയ്യുന്നത് നിങ്ങളോട് അഡ്വൈസ് എടുക്കാനാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ആരുടെയെങ്കിലും അടുത്തുനിന്ന് നിങ്ങൾ അഡ്വൈസ് എടുക്കുക. ഓക്കെ, നിങ്ങളിങ്ങനെ സ്റ്റക്കായിട്ട്, അതായത് പാസ്റ്റിലെ വിഷമങ്ങളാണ് ഇപ്പം നിങ്ങൾ ശരിക്കും പിന്നോട്ട് വലിക്കുന്നത്. ഓക്കെ, ബട്ട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളതിൽ മുന്നോട്ട് പോയേ പറ്റൂ. ഓക്കെ, കാരണം ആ മുന്നോട്ട് നിങ്ങളൊരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോയാലേ ഈ ചേഞ്ച് വരുള്ളൂ, ഈ ട്രാൻസ്ഫോർമേഷൻ വരുള്ളൂ, മാറ്റം വരുള്ളൂ നിങ്ങളുടെ ലൈഫിൽ. പക്ഷെ ആ ഒരു ചേഞ്ച് വരാൻ, നിങ്ങൾക്ക് ഈ സന്തോഷം നിങ്ങൾക്ക് എത്തണമെങ്കിൽ ഈ തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കണം. ഓക്കെ, ആ തീരുമാനം എടുക്കാൻ നിങ്ങളെ പക്ഷെ ബാക്കിലേക്ക് വലിക്കുന്നത് ഈ പാസ്റ്റിലെ ഓർമ്മകളാണ്. അതായത് നമുക്ക് മുൻപ് ഇങ്ങനെ നടന്നിട്ടുണ്ട്, അപ്പം ഇനി ഞാൻ ചെയ്തു കഴിഞ്ഞാൽ, ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ മുന്നോട്ട് അത് ശരിയാവോ ഇല്ലേ, സക്സസ് ആവോ ഇല്ലേ, എനിക്കിതിൻ്റെ ബെനിഫിറ്റ് കിട്ടുമോ ഇല്ലേ, അങ്ങനെയുള്ള കുറേ ചിന്തകൾ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നിങ്ങളുടെ മൈൻഡിൽ കിടക്കുന്നത്. ആ വിഷമങ്ങൾ നിങ്ങൾക്കൊരു പേടിയാണ്. അത് കാരണം എനിക്ക് കോൺഫ്ലിക്റ്റ് ആയി പോവോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ എന്നൊക്കെയുള്ള പേടികൾ. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോട് ആരോടെങ്കിലും അഡ്വൈസ് ചോദിക്കുക. തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അഡ്വൈസ് എടുക്കുക ആൻഡ് പഠിക്കാൻ ശ്രമിക്കുക. ആക്ച്വലി പഠിക്കുക എന്നും പറയാം. പ്ലാനിങ് ആൻഡ് പഠിക്കൽ രണ്ടും നമുക്ക് കണക്ട് ചെയ്ത് പറയാം. ഹൈറോഫന്റും നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക, കൂടുതൽ കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എല്ലാ വശങ്ങളും എല്ലാം നല്ലോണം പഠിച്ചു. ഓക്കെ, പാസ്റ്റിലെ കാര്യത്തിന് വിട്ടേക്കുക. പാസ്റ്റിൽ നടന്നു അല്ലേ, ഞാനത് എപ്പോഴും പറയുന്ന കാര്യമാണ്. പാസ്റ്റ് സംഭവിച്ചു, പക്ഷെ ഇനി മുന്നോട്ട് അതേപോലെ സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്കതല്ലേ ചെയ്യാൻ പറ്റുക. പാസ്റ്റിൽ നിന്ന് നമ്മൾ ലെസൺസ് പഠിക്കുകയാണ് വേണ്ടത്. 5 ചേഞ്ചിൻ്റെ സമയമായി. ഇപ്പം നിങ്ങൾ അവനവനെ മാറ്റാനുള്ള സമയമായി, നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരാനുള്ള സമയമായി. പക്ഷെ ആ ആക്ഷൻ നിങ്ങൾ എടുക്കണം. അത് നിങ്ങൾ എടുത്താൽ മാത്രമേ ഈ ചേഞ്ചസ് വരുള്ളൂ. അപ്പം മാത്രമേ ഈ ചേഞ്ചസ് വരുള്ളൂ. ഈ ഒരു തീരുമാനം, ഒരു ഡിസിഷനിലാണ് നിൽക്കുന്നത്.
ഓക്കെ, ജസ്റ്റ് ഒരു കറേജിൻ്റെ കാര്യമായിരിക്കാം, ഒരു ധൈര്യത്തോടെ നിങ്ങളൊരു സ്റ്റെപ്പ് എടുക്കുന്ന കാര്യമായിരിക്കാം. അതിന് നിങ്ങൾക്ക് പക്ഷേ സാധിക്കണമെങ്കിൽ, അതിന് നിങ്ങൾക്ക് സപ്പോസ് തോന്നുന്നില്ല എനിക്ക് പറ്റില്ല, എനിക്ക് തീരുമാനിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അതിനെ ഒന്നുമില്ലെങ്കിൽ അഡ്വൈസ് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും നിങ്ങൾ തന്നെ കൂടുതൽ അതിനെക്കുറിച്ച് നോളജ് ഗെയിൻ ചെയ്യാനും പഠിക്കാനും മനസ്സിലാക്കാനും നിങ്ങൾ തന്നെ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പക്ഷെ ഇത് വരാൻ പോകുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് തടയാൻ പറ്റില്ല. ഈ മാറ്റം ഞാൻ പറഞ്ഞ ഇത് തടയാൻ സാധിക്കില്ല നിങ്ങൾക്ക്, അത് വരും, നിങ്ങൾക്ക് തീർച്ചയായിട്ടും വന്നിരിക്കും, എപ്പോഴായാലും അത് വരും. നിങ്ങൾ പക്ഷേ ഈ ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾ ഡിലേ ചെയ്യാൻ തോറും അത്രയും ഡിലേ ആവും കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ചിലത് ലെറ്റ് ഗോ ചെയ്യുക, ചിലത് വിട്ട് കളയുക, ചിലത് പിന്നിൽ ഉപേക്ഷിക്കുക. എന്താ വേണ്ടത്? മുന്നോട്ട് നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് നിങ്ങൾ മുന്നോട്ട് എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വഴികൾ മുന്നോട്ട് ഫുൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് വഴി തെളിച്ചു തരും എന്ന് പറയില്ലേ, ആ രീതിക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ചില എൻഡിങ്സ് ആവശ്യമാണ്, ചില മാറ്റങ്ങൾ, നിങ്ങളുടെ ചിന്തകളുടെ മാറ്റം എന്തും ആവാം, എന്തും നമുക്കിവിടെ പറയാം. ആ ഒരു മാറ്റം നിങ്ങൾ കൊണ്ടുവരാനുള്ള സമയമായി. ഓക്കെ, നിങ്ങളെ തന്നെ മാറ്റാനുള്ള സമയമായി, അത്രേ ഉള്ളൂ. വേറെ സിറ്റുവേഷൻ സാഹചര്യങ്ങൾ മാറ്റില്ലല്ല, നിങ്ങളെ തന്നെ മാറ്റാൻ, അവനവനെ ചേഞ്ച് ചെയ്യാനുള്ള സമയമായി. നിങ്ങളുടെ ലൈഫിനെ മാറ്റിയെടുക്കാൻ, നിങ്ങളുടെ ഹാബിറ്റ്സ്, നിങ്ങളുടെ ശീലങ്ങൾ എന്ത് തന്നെയായാലും ഒക്കെ മാറ്റാനുള്ള ഒരു സമയമായി എന്നാണ് പറയുന്നത്. ഓക്കെ, ബട്ട് ഇത് നിങ്ങളെ ലീഡ് ചെയ്യുന്നത്, മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചറിലേക്കാണ്. ഓക്കെ, ഹാപ്പിനെസ്സിലേക്കാണ്. പക്ഷെ അഗെയിൻ നിങ്ങളിവിടെ സ്റ്റക്കായി പോവാതിരിക്കാം. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എത്രത്തോളം കാലം ഇതിൽ സ്റ്റക്കായി നിൽക്കുന്നു, ഈ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ എത്തില്ല അല്ലേ. അപ്പോൾ ഈ അഡ്വൈസ് നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക എപ്പോഴും. ഓക്കെ, നമുക്ക് ഞാൻ ഗണേശ മെസ്സേജസ് എടുക്കാൻ വിചാരിച്ചൊന്ന്. ജസ്റ്റ് നമുക്ക് യൂണിവേഴ്സ് നിങ്ങളോട് എന്താ ഗൈഡൻസ് ആയിട്ട് പറയുന്നത് നോക്കാം. റിലാക്സേഷൻ, പ്രൊട്ടക്ഷൻ, എനർജറ്റിക് മൂവ്മെന്റ്, empowerment, delight, fulfillment. Okay, clear your energy and energy. ഇത് രണ്ടും എനിക്ക് സിമിലർ ആയിട്ട് തോന്നുന്നുണ്ട്. അതായത് അതായത് പേടികൾ കാരണമായാലും ശരി, എന്ത് തന്നെ ആയാലും ശരി, നിങ്ങൾക്ക് മുന്നോട്ടൊരു കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇത് എനർജറ്റിക് മൂവ്മെന്റ് ഇവിടെ കാണിക്കുന്ന ഡാൻസ് ആണ്. ഓക്കെ, പക്ഷെ ഡാൻസ് എന്ന് മാത്രമല്ല, എന്തെങ്കിലും നിങ്ങൾ ഒരു ആക്ടിവിറ്റി കൊണ്ടുവരാം. ഓക്കെ, അതായത് ഡെയിലി ഒരു ആക്ടിവിറ്റി നിങ്ങളുടെ റുട്ടീനിലേക്ക് ആഡ് ചെയ്യുക. കുറച്ചു നേരം യോഗ, മെഡിറ്റേഷൻ, ബ്രീതിങ് എക്സസൈസ്, നടത്തം, വാക്കിംഗ്, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളൊന്ന് ആഡ് ചെയ്യുക. ഡാൻസ്, പാട്ട്, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം. അതായത് നിങ്ങൾ സ്വയം നിങ്ങൾക്കൊന്ന് ഹാപ്പി ആവാൻ പോലെ, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് ഒരു ചേഞ്ച് നിങ്ങളുടെ ഉള്ളിൽ തന്നെ കൊണ്ടുവരാൻ ആദ്യം അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ആഡ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, ആൻഡ് ക്ലിയർ യുവർ എനർജി, അതായത് നെഗറ്റീവ് എനർജി, നെഗറ്റീവ് തോട്ട്സ് നിങ്ങൾ ക്ലിയർ ചെയ്ത് വിടുക. ഓക്കെ, മൈൻഡിൽ വരുന്ന നിങ്ങളുടെ ബ്ലോക്കേജസ് ആണ് അതൊക്കെ, അതിനെക്കൊന്ന് നിങ്ങൾ ക്ലിയർ ചെയ്യണം. ആൻഡ് ഫുൾഫിൽമെന്റ് വരുന്നുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, ആൻഡ് പഠിക്കാനുള്ള ഒരു കാര്യം കൂടിയാണ് കാണുന്നത്. സോ ഞാൻ പറഞ്ഞ പോലെ നോളജ് ഗെയിൻ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ. ആൻഡ് റിലാക്സേഷൻ എന്ന് പറയുന്നുണ്ട്, ഒരല്പം റിലാക്സ് ചെയ്യുക. ഓക്കെ, റിലാക്സ് ആവുക മീൻസ് പഴയതിനെ കുറിച്ച് ഓർത്ത്, പാസ്റ്റിനെ കുറിച്ച് ഓർത്ത് ഒരുപാട് വറി ചെയ്യാതിരിക്കുക, റിലാക്സ് ആവുക. ആൻഡ് പ്രൊട്ടക്ഷൻ ഉണ്ട്, യൂണിവേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ പാസ്റ്റിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ, ഓക്കെ, അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ലെസൺസ് പഠിച്ച് യൂണിവേഴ്സ് നിങ്ങളെ പക്ഷെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട്, നിങ്ങൾക്ക് നമ്മൾ പറയില്ല, എന്താ കാലിൽ കൊള്ളേണ്ടത്, എന്താ പറയുക, അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ, വിരലിൽ കൊണ്ടുവന്ന് പറഞ്ഞ പോലെ സംതിങ് അല്ലേ, എനിക്ക് കോട്ട് മറന്നുപോയി. അങ്ങനെ പറയുന്ന പോലെ നിങ്ങളെ എപ്പോഴും യൂണിവേഴ്സ് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തെങ്കിലും വലുത് വരാനുള്ളതിൽ കൂടി യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും എപ്പോഴും. ഓക്കെ, അത് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ വേണ്ട. ചെറുതെന്തെങ്കിലുമൊക്കെ വന്നു പോകാതിരിക്കില്ല, കാരണം ലൈഫാണ്, നമ്മുടെ കർമ്മകൾ ഉണ്ടാവും, ചിലതൊക്കെ നമ്മൾ അനുഭവിച്ചേ തീരും. ഓക്കെ, ബട്ട് അത് യൂണിവേഴ്സ് എപ്പോഴും, നിങ്ങൾ പ്രാർത്ഥന എപ്പോഴും ഉണ്ടെങ്കിൽ, മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും, ആ പ്രാർത്ഥന ഉണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. എംപവർമെൻറ്റ്, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ അവനവൻ്റെ ഗ്രോത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, അവനവനെ നിങ്ങൾ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അവനവൻ്റെ ഗ്രോത്ത് കൊണ്ടുവരാം. ഡിലൈറ്റ്, നിങ്ങൾക്ക് ഹാപ്പിനെസ് ചെയ്യാം. അത് സൺ കാർഡാണിത്. ഓക്കെ, സൺ കാർഡ് പോലെയാണ്, നിങ്ങൾക്ക് സന്തോഷം വരുന്നു എന്നാണ് പറയുന്നത്. വരും, തീർച്ചയായിട്ടും യൂണിവേഴ്സ് ഗ്യാരണ്ടി തരുന്നുണ്ട്. പക്ഷേ മാറ്റങ്ങൾ നിങ്ങൾ കൊണ്ടുവരണം. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ മെസ്സേജ്. എല്ലാവർക്കും നല്ല രസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.